പക്ഷേ അതെല്ലാം ബാക്കിയാക്കി ദൈവത്തിൻ്റെ അലംഘനീയമായി വിധിക്കപ്പെട്ടുകൊണ്ട് അവരിപ്പോൾ 6 അടി മണ്ണിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. മലയാളികളായ 25ഓളം പേര് തന്നെ അതിലുണ്ട്. അവർക്ക് നമ്മെ വല്ലാതെ ദുഃഖത്തിലായിട്ടുണ്ട്. അവരിൽ എല്ലാവരും ഇന്ന് നാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോഴും അവിടെ ആശുപത്രിയിൽ ആളുകളുണ്ട്. ഈ ദുരന്തത്തിൽപ്പെട്ട 27ഓളം പേര് ഇപ്പോഴും അവിടെ വിവിധ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. അതിൽ തന്നെ ഗുരുതരമായ അവസ്ഥയിലുള്ള ഒരു 9ഓളം പേരാണുള്ളത്. അപ്പോൾ അവിടെ കുവൈത്തിൽ അവിടുത്തെ ഗവൺമെൻറ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അതോറിറ്റികളും ഈ ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയും എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് സഹകരിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മലയാളി സംഘടനയായ KMCC കേരള മുസ്ലിം ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അവരും അവിടെ മുഴുനീളം ആ സംഭവ സ്ഥലത്തുണ്ട്. ആശുപത്രികളിലും അവർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ ഉണ്ട്. ഇപ്പോൾ KMCCയുടെ ആളുകളുമായി നമ്മൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ എല്ലാ സഹായം ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ അവിടെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഇതിൽ അപകടത്തിൽപ്പെട്ടവരുണ്ടല്ലോ, അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് അവരെ സന്ദർശിക്കാനോ അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ KMCC തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് പറയാൻ പറഞ്ഞു. അതായത് ഇപ്പോൾ അവിടെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അപകടത്തിൽപ്പെട്ടവർ, അപ്പോൾ അവരുടെ കുടുംബങ്ങൾ നാട്ടിലുള്ളവരാണ്. അവർക്ക് അങ്ങോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് അവർ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മീഡിയയോട് അത് പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അറിയിക്കുകയാണ്. മലപ്പുറം തിരൂർ സ്വദേശിയായിട്ടുള്ള നൂഹിന്റെ ഖബറടക്കത്തിന് ശേഷമാണ് സാദിഖ് അലി തങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഉറപ്പാക്കും കുടുംബാംഗങ്ങൾക്ക്. സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾ, ഒപ്പം തന്നെ കുവൈറ്റ് കമ്പനി നഷ്ടപരിഹാരം നൽകുന്നതിനെ പറ്റിയൊക്കെയാണ് സൂചിപ്പിച്ചത്. അതിനിടെ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് ഫൊക്കാന അറിയിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രവാസി സംഘടനയായ ഫൊക്കാന ലോക കേരള സഭയിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2 ലക്ഷം രൂപ മരിച്ചവരുടെയൊക്കെയും കുടുംബത്തിന് നൽകുമെന്നുള്ള കാര്യമാണ് ഫൊക്കാന സൂചിപ്പിക്കുന്നത്.